Hello friends, welcome back to my YouTube channel. I am Aishwarya. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ റെസ്യൂമെ ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ ഫുള്ള് കണ്ടാലാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനൊരു കസവിൻ്റെ ഡ്രസ്സാണ്, അതിൽ താമര ഡിസൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ടിപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിട്ട് നിൽക്കുന്ന വീഡിയോയിൽ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് അതാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കുറേ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വരയ്ക്കാൻ തുടങ്ങിയാലോ. ഞാൻ ഈ പിക്ചറാണ് എടുത്തിരിക്കുന്നത്. ഒരു ലോട്ടസിൻ്റെ ഡിസൈനാണ്. ഞാൻ പേപ്പറിൽ കൈകൊണ്ട് വരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് പ്രിൻ്റൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പറിൽ ഇത് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. യെല്ലോ കളർ കാർബൺ പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ റിങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ റിങ് എടുക്കാം, അല്ലെങ്കിൽ റിങ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റിങ് എടുത്താൽ കുറച്ചുകൂടി വരയ്ക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ പെയിൻ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ബ്രഷുകളും എടുത്തിട്ടുണ്ട്. ഇത്രയും ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. മെയിനായിട്ട് വേണ്ടത് കുറച്ച് വലിയ ബ്രഷും പിന്നെ അതുപോലെ 0 സൈസ് ബ്രഷൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ബ്രഷുകളൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ വല്ല ആവശ്യം വന്നാലോ എന്ന് വെച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ എല്ലാം ഒരുമിച്ചാണ് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓരോന്നായിട്ട് കാണാണ്ടാവും. അതുകൊണ്ട് എല്ലാം ഒരുമിച്ചാണ് വയ്ക്കാറ് എപ്പോഴും. ഉണ്ടോ, ഈ ബ്രഷൊക്കെ നല്ല ബ്രഷാണ് കേട്ടോ. ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടേ ഇല്ല, പുതിയ ബ്രഷാണ്, യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രഷൊക്കെ എടുക്കുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പെല്ലറ്റ് എടുക്കാം, പക്ഷേ ഞാനത് എടുക്കണേ. ഞാനിപ്പോൾ ഇങ്ങനത്തെ കേക്ക് ബോർഡ് ഉണ്ടല്ലോ, കേക്കിൻ്റെ ബോർഡൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അതിലാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമുക്കത് തുടച്ചു കളയാനും എളുപ്പമാണ്. പെല്ലറ്റിൽ മൊത്തം ഞാൻ പെയിൻ്റൊക്കെ അടിച്ച് ആകെ വൃത്തികേടാക്കി. അത് കഴുകാനുള്ള മടിയാണ് ഞാൻ ഇതിലാക്കണത്. ഇത് കുറേ ആയിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറേയൊക്കെ പറിച്ച് കളയും. പിന്നെ ഞാൻ ടിന്നർ വെച്ചൊക്കെ തുടച്ചു കളയും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ചുകൂടി നല്ല കുറേ സ്പേസും കിട്ടും. എനിക്ക് ഈ ബോർഡാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. മറ്റേ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന തുണി ഇത് അമ്മ അടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഉടുപ്പ് പോലെ അടിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അടിക്കാനായിട്ട് മുമ്പ് എനിക്ക് വരയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ അത് തുണിയുടെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വരയ്ക്കുന്ന ഭാഗം ഫ്രണ്ടിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമ്മയാണ് നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഇതൊരു വീനക്കാണ്. ഇവിടെ വരയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ ഡിസൈൻ ഇവിടെ പറ്റില്ലല്ലോ, ഇവിടെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നീളത്തിൽ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിനുള്ളിൽ ലൈനിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് നേരെ വരയ്ക്കും. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ ഓക്കെ ആവുമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ട്രേസിങ് പേപ്പർ വെച്ച് ആദ്യം തന്നെ ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ യെല്ലോ പോഷൻ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൊട്ടത്തരം കാണിക്കാറുണ്ട്, തിരിച്ചിട്ട് വരയ്ക്കും. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രേസ് ചെയ്ത് വരയ്ക്കുക. ഈ പേപ്പർ കുറച്ച് ചെറുതാണ്, അപ്പോൾ അറ്റത്തേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പേപ്പർ പിന്നെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വലിയ പേപ്പറിൽ വരച്ച് കഴിഞ്ഞാൽ പറ്റും കേട്ടോ. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണ് കേട്ടോ വരച്ചത്. നിങ്ങൾക്ക് വലിയ വലിയ പേജിലൊക്കെ എടുത്ത് വരയ്ക്കാം. അപ്പം ഞാനത് മൊത്തം വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. വരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ യെല്ലോ ഷെയ്ഡ് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ലൈറ്റായിട്ട് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പെൻസിൽ വെച്ചൊന്ന് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലതൊന്നും എനിക്ക് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പെൻസിൽ വെച്ച് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി എൻ്റെ മേലെ വരച്ച് കൊടുത്തു കേട്ടോ. ചില പോർഷനൊന്നും എനിക്കത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അസിസ്റ്റൻ്റ് ചെയ്യുന്ന ഭാഗത്ത് അസിസ്റ്റൻ്റൊക്കെ ചെയ്തു. അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിക്കുമ്പോൾ കുറച്ചൊക്കെ പോവും. പിന്നെ നമുക്കിനി പെയിൻറ്റ് അടിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ വൈറ്റ് പെയിൻ്റ് എടുത്ത് അടിക്കുന്നുണ്ട് ബേസായിട്ട്. നമ്മൾ ലോട്ടസിനാണ് കേട്ടോ ചെയ്യണത്. വൈറ്റ് പെയിൻ്റ് എടുത്ത് ആദ്യം അടിക്കുക. അത് സൈഡിൽ നമ്മളിങ്ങനെ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് ഔട്ടർ ചെയ്തിട്ടാണ് ചെയ്യണത്. ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഞാൻ റെഡ് കളർ പെയിൻ്റ് എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഞാൻ ചെയ്യണില്ല, അതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ നോക്കുക. അങ്ങനെ എല്ലാതും ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ഡാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ലോട്ടസ് പല രീതിയിൽ ഷെയ്ഡ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്ത് നോക്കണത്. ഓരോ ഫ്ലവർ ഓരോ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ഈ ഫ്ലവർ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അടുത്ത ഫ്ലവർ ഞാൻ വേറെ മെത്തേഡിലാവും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അതുപോലെ ലൈറ്റായിട്ട് അടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ റെഡ് വെച്ച് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചില ഭാഗത്ത് നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്,
ബാക്കിലത്തെ ഭാഗമായിരിക്കും അത് കുറച്ച് ഡാർക്കായിട്ടാണ് ഇരിക്കുക. ആ ഒരു രീതിക്കൊക്കെയാണ് ഞാൻ അടിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അടുത്ത പെറ്റൽസിന് ഞാൻ വേറെ രീതിയിലാണ് കൊടുക്കുന്നത്. അത് ഞാൻ വൈറ്റ് ബേസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതിന് തന്നെ ഞാൻ റെഡ് കൊടുത്തിട്ട് വൈറ്റ് കൊടുത്ത് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു നോക്കി. അപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നിനും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ, പക്ഷേ ഫസ്റ്റ് വൈറ്റ് അടിച്ചിട്ട് അങ്ങനെ ചെയ്യണില്ല എന്നുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഫ്ലവർ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും ചെയ്യുക. എല്ലാ ഫ്ലവേഴ്സിലും ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് മുമ്പേ നിങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അതാണ് കുറച്ചുകൂടി നല്ലത്. ചിലപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. രണ്ട് രീതിയിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഔട്ട്ലൈൻ റെഡ് വരച്ചിട്ട് ഉള്ളിൽ വൈറ്റ് കൊടുക്കുന്നുണ്ട്, വൈറ്റ് കൊടുത്ത് പിന്നെ റെഡ് വരയ്ക്കുന്നുണ്ട്. രണ്ട് വരച്ചാലും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. എന്നാലും വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. ഞാൻ എല്ലാ ഫ്ലവേഴ്സും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നേരിട്ടാണ് കുറച്ചും കൂടി ഭംഗിയാണേ. കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു സൈഡിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സ് ഇടാൻ തന്നെ എനിക്ക് പ്രത്യേകതരം ഇഷ്ടമാണ്. കാരണം ഞാൻ പറയാറ്, ഞാൻ വരച്ചതാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മൾ ഇട്ടടക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ വരയ്ക്കുമ്പോഴാണ് ഓരോന്നും പഠിക്കണത്. മാക്സിമം നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ വെള്ളം ചേർക്കാണ്ട് ശ്രമിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് തിക്ക് കുറയും. പിന്നെ നമ്മൾ കഴുകുമ്പോൾ ഒക്കെ പോകും കേട്ടോ. പിന്നെ ആഫ്റ്റർ യൂസിന് ശേഷമാണ് പറയണത്. 2-3 വട്ടമായി കഴുകുന്നു. ഇതുവരെയായിട്ടും പെയിൻറ്റിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. നമ്മളൊന്ന് അയൺ ചെയ്യണം. ഇതുവരെയായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇതിന്. നിങ്ങൾ യെല്ലോ കളർ എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ കളർ മാത്രമല്ല, ഒരു ബ്രൗൺ കളറുണ്ട്. ആ കളറും കൂടി വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് ഔട്ട്ലൈൻ ചെയ്തൊന്ന് ഒരു ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് ആ ഒരു ഭാഗം. യെല്ലോ വെച്ചിട്ട് ചെറുതായിട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ യെല്ലോ ഒന്ന് വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനിതാ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം ഇതിൻ്റെ ആവശ്യമില്ല. ശരിക്കും അമ്മ അത് അടിച്ചു കഴിഞ്ഞു കേട്ടോ. അടിച്ചു കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം അമ്മ പറഞ്ഞ ഔട്ട്ലൈൻ ചെയ്യേണ്ട, ഭംഗി ഉണ്ടാവില്ല എന്ന്. ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രെയിം വെച്ചിട്ടാണ് പെയിൻറ്റ് അടിച്ചു കൊടുത്തത്. ആദ്യം അടിച്ചപ്പോൾ ഞാൻ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പോൾ അടിച്ചു കൊടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഡാർക്കായിട്ടൊന്നും അടിച്ചു കൊടുക്കണ്ട. ഭയങ്കര വൃത്തിയോടെ ഡാർക്കായിട്ട് അടിച്ചു കൊടുത്ത് വളരെ നൈസായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗി. നമുക്ക് ഔട്ട്ലൈൻ ചെയ്തൊന്നും ഭയങ്കരമായിട്ട് എടുത്ത് കാണില്ല, പക്ഷെ നല്ല ഒറിജിനൽ ലുക്കും കിട്ടും. എങ്ങനെ അത്. അപ്പോൾ ആ ഒരു രീതിക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ഭാഗത്തൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്യാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക. ഈ ഒരു രീതിക്ക് നല്ല റിയലിസ്റ്റിക്കായിട്ട് നല്ല ഷെയ്ഡിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഔട്ട്ലൈൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് അത്രയ്ക്ക് ഷെയ്ഡിങ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ വർക്ക്? ഞാൻ ഇട്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ?
അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ. സിമ്പിൾ ഡിസൈനാണ്. ഇത് കഴുകിയാലൊന്നും പോകത്തില്ല കേട്ടോ. ഇത് പോകാണ്ടിരിക്കാനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തത് എന്തായാലും ഇത് കാണാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.